അസ്സലാമലൈക്കും. നമ്മൾ നിലവിൽ ജിദ്ദയിലാണുള്ളത്. ജിദ്ദയിൽ കോർണിഷ് ഭാഗത്താണ്. നിലവിൽ ജിദ്ദയിലും സൗദി അറേബ്യയിലൊക്കെ കാലാവസ്ഥ മാറി ഒരു തണുത്ത കാലാവസ്ഥയിലേക്ക് വരുന്ന ഒരു ടൈമാണ്. നമുക്ക് കുറച്ച് കോർണിഷ് ഭാഗങ്ങൾ കണ്ടാലോ? രാവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ടുള്ള കടൽ മത്സ്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ നല്ല പച്ച കളറ് പോലൊക്കെ തോന്നും. നീലല്ല, പച്ച കളറിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തോന്നും കേട്ടോ. അല്ല, നമുക്ക് രാവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി മീനുകളൊക്കെ കാണാം കേട്ടോ. ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. പക്ഷേ വൈകിട്ടൊക്കെ വന്നാൽ ഭയങ്കര റഷാണ് കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ളാവും ഏകദേശം. അതാണ് ഇവിടുത്തെ ഒരു ശൈലി. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മൊത്തത്തിൽ. നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 4 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങിയാൽ നമുക്ക് എൻജോയ് ചെയ്ത് കുട്ടികളൊക്കെ കൊണ്ട് മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അറിയാൻ പറഞ്ഞാൽ വിശ്വസിക്കോ? അതെ, ഇവിടെ ഒരു നിർമ്മിത വെള്ളച്ചാട്ടം ഉണ്ട്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഓപ്പൺ ആക്കലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ ഗ്രില്ലിൻ്റെ പുറത്ത് പോകാൻ പാടില്ല കേട്ടോ. ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല. പിന്നെ കടലിലേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥലം തൊട്ടപ്പുറത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, ഇവിടെ ആരും അങ്ങനെ ഇറങ്ങി കണ്ടതൊന്നുമില്ല. കോർണിഷിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊരു ഓപ്പണാണ്. അപ്പോൾ ഇറങ്ങാൻ തോന്നുന്നു. ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല റഷാണ് കേട്ടോ. അത്യാവശ്യം നല്ല റഷുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ കാലിയാണ്. പാർക്കിംഗ് അല്ല, ഇതൊരു ഗ്രൗണ്ടാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടേക്ക് വണ്ടികളാട്ടോ നിറഞ്ഞു നിൽക്കും. ഈ ഏരിയയിലൊക്കെ ഫിഷിങ് നടക്കും കേട്ടോ. നമുക്ക് ചൂണ്ടലിടാം. അങ്ങനത്തെ ഫിഷിങ് അല്ല, ചൂണ്ടലിട്ടാണ്ട് നമുക്ക് പിടിക്കാം. അതിനൊക്കെ സൗകര്യം കിട്ടും.